ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. നമ്മുടെ ചാനലായ ലവ്ലി ദേവികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ഒരു അടിപൊളി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അനുമോളുടെയും മുത്തശ്ശന്റെയും സ്റ്റോറി കേൾക്കാൻ ഇന്നും മൂടുണ്ടോ? നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ? നമ്മുടെ കഥ കേൾക്കാൻ എല്ലാവരും ഉഷാറായി കാത്തിരിക്കല്ലേ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് ഓരോ ലൈക്ക് ചെയ്തും വേണം നിങ്ങൾ പ്രകടിപ്പിക്കാൻ കേട്ടോ. അത് മാത്രല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കഥകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. ഒന്നും മിസ്സാക്കാതെ കേൾക്കുകയും ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വന്നാൽ ഫുൾ ഓപ്പൺ ആയിട്ട് ഈ സ്റ്റോറീസ് മുഴുവനും കേൾക്കാനും പറ്റും കേട്ടോ. അപ്പോ എല്ലാവരും നേരെ കഥ കേൾക്കാൻ റെഡിയല്ലേ? പോരെ? അപ്പോ ഇനി നിങ്ങളോട് ഈ കഥ പറയാൻ പോകുന്നത് ഞാനല്ല, അനുമോളാണ്. അനുമോളുടെ പ്ലേസിൽ നിന്നിട്ട് ഈ കഥ കേട്ടാലോ? എൻ്റെ പേര് അനു. ഇപ്പോൾ +2 കോഴ്സും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ്. ചെറുപ്പം മുതലേ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് എൻ്റെ ഇടങ്കയും വലങ്കയും. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ ജനിക്കുമ്പോൾ അവർ വിദേശത്താണ് ഉണ്ടായത്. വീട്ടിലെ സിറ്റുവേഷനൊക്കെ ഭയങ്കര മോശമായതുകൊണ്ട് കല്യാണത്തിന് ശേഷം അച്ഛനും അമ്മയ്ക്കും വിദേശത്ത് പോകേണ്ടി വന്നു. അവിടെ നിന്ന് ഞാൻ ജനിച്ചു കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ കൊണ്ടുവന്ന് അച്ഛനും അമ്മയും വീട്ടിലാക്കി. വേറൊന്നുമല്ല, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഒരു കുഞ്ഞിനെ നോക്കുന്ന കാര്യം അച്ഛൻ്റെ അമ്മയുടെയും ജോലിയെ ബാധിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ലെന്നായി. അവർക്ക് ചിലപ്പോൾ അവരുടെ നിക്കക്കള്ളി ഇല്ലാത്തത് കൊണ്ടാവാം. പക്ഷേ കുഞ്ഞിലെ തുടങ്ങി അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നതുകൊണ്ട് എനിക്ക് അവരോടുള്ളൊരു ബോണ്ട് ഭയങ്കര കുറവായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയാവട്ടെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മുട്ടും വരുത്താതെ എന്നെ നല്ലതുപോലെ തന്നെ നോക്കി. അതുകൊണ്ടാവും അവരോടുള്ള അറ്റാച്ച്മെന്റ് എനിക്ക് ഭയങ്കര അധികം വളർന്നത്. മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാണ്. എല്ലാ കാര്യത്തിലും വേഗം ടെൻഷനാവും. ഞാൻ വളർന്നു തുടങ്ങിയപ്പോൾ മുത്തശ്ശിയുടെ ഈ ടെൻഷൻ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മുത്തശ്ശിയിൽ നിന്ന് മറയ്ക്കും. മുത്തശ്ശനോടാണ് എല്ലാ രഹസ്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നത്. രഹസ്യങ്ങൾ എന്ന് വെച്ചാല് എനിക്കതൊക്കെ കുഞ്ഞിലെ ഭയങ്കര രഹസ്യങ്ങളായിരുന്നു. ക്ലാസ്സിലെ കുട്ടികളുമായി തല്ലുപിടിച്ചതും ഹോംവർക്ക് ചെയ്യാതെ ടീച്ചർ തല്ലിയതും അങ്ങനെ എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു രഹസ്യങ്ങളൊക്കെ ഭയങ്കര ഗൗരവത്തോടെ തന്നെ മുത്തശ്ശൻ കേട്ടിരിക്കും. അതിനുള്ള സൊല്യൂഷനും എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ പ്രോബ്ലം സോൾവറും സീക്രട്ട് കീപ്പറൊക്കെ ആയിട്ട് പോവുമായിരുന്നു. ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് മുത്തശ്ശനോട് സംസാരിക്കാൻ. എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. ഫ്രണ്ട്സിനോടൊപ്പം മുത്തശ്ശൻ്റെ കൂടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയാൻ എനിക്ക് എപ്പോഴും സന്തോഷമായിരുന്നു. അച്ഛനും അമ്മയും വെക്കേഷന് വല്ലപ്പോഴും വീട്ടിൽ വരുമ്പോൾ അവരോട് ഒരുപാട് താല്പര്യമില്ലാത്ത രീതിയിലേ ഞാൻ പെരുമാറാറുള്ളൂ. എന്താന്നല്ലേ, എന്നെ തനിച്ചാക്കി പോയതിലുള്ള അവരോടുള്ള എൻ്റെ ഇഷ്ടക്കേട്. എന്നാൽ തിരിച്ചറിവായപ്പോൾ, ഏതാണ്ട് ടീനേജ് ആയപ്പോൾ ഞാൻ അവരോട് അങ്ങനെ കാണിക്കുന്നത് നിർത്തി. എന്താണെന്നല്ലേ, അവർ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഇത്ര അടുത്തറിയാനും ഇവരുടെ കൂടെ ഇത്രയും കാലം ജീവിക്കാനും ഒക്കെ അവസരം കിട്ടിയത്. അച്ഛനും അമ്മയും ഇപ്പോൾ ഏതാണ്ട് അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച മട്ടാണ്. അവർ ആഗ്രഹിച്ച പോലെ തന്നെ അവരുടെ നല്ല കാലം അവർ അവിടെ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം സമ്പാദിച്ചിട്ടൊക്കെയുണ്ട്. ഇനി ഈ നാട്ടിൽ തന്നെ വന്ന് സെറ്റിലാവാനാണ് അവരുടെ തീരുമാനം. ഞങ്ങളുടെ പഴയ വീടൊക്കെ പൊളിച്ച് പുതിയ അടിപൊളി വീട് തന്നെ പണിതു. ഒരു വലിയ പടുകൂറ്റൻ കൊട്ടാരം. ഈ കൊട്ടാരത്തിൽ മുകളിൽ നിലയിലേക്ക് എനിക്ക് മാത്രമാണ് മുറിയുള്ളത്. താഴെയുള്ള മുറിയിലാണ് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് തന്നെയാണ് മുകളിൽ കഴിയുന്നത്. അച്ഛനും അമ്മയും വന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും എൻ്റെ 100% കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം അവർക്ക് സമയം ചെലവഴിക്കണമല്ലോ. എനിക്കതിൽ ചെറിയ കുശുമ്പോ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറഞ്ഞ് മുത്തശ്ശനെ മുത്തശ്ശി ഇളക്കും. നിങ്ങൾക്കിപ്പോ സ്വന്തമായി മക്കളും മരുമോനും ഒക്കെ ഉണ്ടല്ലോ, അവരും മതിയല്ലോ, എന്നെ വേണ്ടല്ലോ. ശരിക്കും ഈ മുത്തശ്ശനും മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണേ. അച്ഛൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അമ്മയുടെ വീട്ടിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ അമ്മ ഒറ്റ മോളാണ്. അതുകൊണ്ട് എനിക്ക് മറ്റു കസിൻസോ സിബ്ലിങ്സോ ആരുമില്ല. അച്ഛനും അമ്മയും എനിക്ക് ശേഷം വേറൊരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കാത്തതാണോ, ആഗ്രഹമുണ്ടായിട്ടും എനിക്കൊരു അനിയനോ അനിയത്തിയോ പിറക്കാതിരുന്നാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒറ്റപ്പെടൽ ഭയങ്കര തീവ്രമായിരുന്നു. അതിനിടയിൽ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായി. എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാൻ +2 തന്നെ വീട്ടിൽ സമ്മതിക്കുന്നില്ലായിരുന്നു. എനിക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം.
അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ട് എനിക്ക് സയൻസ് എടുക്കേണ്ടി വന്നു. ആ ഒരു ഇഷ്ടക്കേടൊക്കെ എനിക്ക് പാരൻസിനോട് എപ്പോഴും ഉണ്ടാകും. മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനോടും അമ്മയോടും ആവത് പറഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കട്ടെ എന്ന്. അവരെന്നോട് ഇത്രയും സപ്പോർട്ട് കാണിക്കുമ്പോൾ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു പോവാറുണ്ട്, ഈ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും അമ്മയായിരുന്നെങ്കിലെന്ന്. അടുത്ത ജന്മത്തില് ഇവരെ എൻ്റെ പാരൻസായി കിട്ടണമെന്നൊക്കെ ഞാനന്ന് എൻ്റെ ചെറിയ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് എൻ്റെ ഡിഗ്രി കാലം പഠിക്കുന്ന സമയം ഒരു ലവർ ഉണ്ടായി. ലവർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് പൊട്ടിമുളച്ച സ്നേഹമൊന്നും അല്ല കേട്ടോ. അഭിജിത്ത് എന്നായിരുന്നു അവന്റെ പേര്. അനു, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. താനില്ലാത്ത ജീവിതം ഭയങ്കര ബോറായിരിക്കും. ഒരുപാട് കാലമായി പറയണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. തന്റെ മറുപടി യെസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവനൊരു പ്രപ്പോസലുമായി വന്നപ്പോ ഞാൻ ആദ്യം പേടിച്ചുപോയി. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. അവർ നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഒരു കൊച്ചു സുന്ദരി തന്നെയാണ് ഞാൻ. 5 അടി 3 ഇഞ്ച് ഉയരമുണ്ട് എനിക്ക്. ആ ഉയരത്തിന് മാറ്റുകൂട്ടുന്നത് പോലെ മെലിഞ്ഞ ശരീരപ്രകൃതി. മെലിച്ചിലെന്ന് പറഞ്ഞാൽ ഒരുപാട് മെലിഞ്ഞൊട്ടിയതല്ല കേട്ടോ. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഷേപ്പുള്ള ഒരു ഫിഗർ. എൻ്റെ ഈ ഫിഗർ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നാടനായിട്ടുള്ള പട്ടുപാവാടയും ബ്ലൗസും ആവട്ടെ, ചുരിദാറും ഷോളും ആവട്ടെ, സാരി ഉടുത്താലോ, അതല്ല ജീൻസും ടോപ്പും ആണെങ്കിലോ, സ്കിൻ ഫിറ്റ് ഡ്രസ് ആണെങ്കിലോ എന്ന് വേണ്ട, എന്തിട്ടാലും ഒന്നിനൊന്നിനും മികച്ചതായിരിക്കും. അത്രയ്ക്ക് ഭംഗിയുള്ള ഫിഗറായിരുന്നു എൻ്റെത്. നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന മുഖവും അതിനൊപ്പം തന്നെ നല്ല ചുവന്ന ചുണ്ടുകളും ഒക്കെയായി ഭയങ്കര ഭംഗിയുള്ള ഒരു കൊച്ചു സുന്ദരി തന്നെ. നമ്മുടെ സിനിമാ നടി റോമയെ പോലെയൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഹൈറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്യൂട്ട്നെസ് കിട്ടുന്നതാണല്ലോ. അങ്ങനെ ഇരിക്കെ ഒരുപാട് ആൾക്കാരുടെ പ്രൊപ്പോസലൊക്കെ ഞാൻ നല്ല പുഷ്പം പോലെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഇവന്റെ ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രൊപ്പോസൽ ആദ്യമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ മനസ്സ് വല്ലാതെ ചാഞ്ചാടുന്നുണ്ടായിരുന്നു. അവന് നല്ല സുന്ദരനാ, കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അത്രയും സ്റ്റൈല ചെക്കൻ. എന്റെ കൂടെ പഠിച്ചിരുന്ന 1-2 കൂട്ടുകാരികൾക്കൊക്കെ അവനെ നോട്ടമുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെയൊക്കെ അസൂയ നിറഞ്ഞ നോട്ടം പതിയെ പതിയെ എന്നിലേക്കായി. മുത്തശ്ശനോട് ആദ്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നെങ്കിലും ആദ്യം തന്നെ പറയാൻ എനിക്കെന്തോ ധൈര്യം വന്നില്ല. എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെയുള്ള കള്ളത്തരമല്ലല്ലോ ഇത്, അല്പം കടന്നതല്ലേ. ഞാൻ അവനോട് അധികം വൈകാതെ തന്നെ യെസ് പറഞ്ഞു. ആ യെസ് പറഞ്ഞത് എന്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിലേക്കാണ് കൊണ്ടുപോയത്. എന്താണെന്നല്ലേ, ആദ്യം ഞങ്ങൾ നല്ല ഒന്നാന്തരം ഫ്രണ്ട്സിനെ പോലെയാണ് പെരുമാറിയതെങ്കിലും ഒരു 2-3 മാസം കഴിഞ്ഞാണ് തികച്ചും ലവേഴ്സായി മാറിയത്. പിന്നെ ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ ഫോൺ വിളിയും സംഭാഷണങ്ങളും മെസ്സേജും ചാറ്റുകളും ഒക്കെ മറ്റൊരു തലത്തിലേക്ക് കടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന മെസ്സേജുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഫോട്ടോകൾക്കൊക്കെ അല്പം സ്വകാര്യത കടന്നു വന്നു. എന്റെ എല്ലാ ഭാഗവും ഒരു തരത്തിൽ പറഞ്ഞാൽ അവൻ ഫോണിലൂടെ കണ്ടു കഴിഞ്ഞു എന്നുള്ള അവസ്ഥ. അവനും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ഇതൊക്കെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒടുവിൽ അവൻ പറഞ്ഞു, എന്റെ ഒപ്പം ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ വരുമോ? എനിക്ക് അത്ര ആഗ്രഹമുണ്ട്. എത്ര എന്ന് വെച്ചിട്ടാ ഇങ്ങനെ സഹിച്ചു പിടിച്ചു നിൽക്കുന്നത്? അവനോട് വേണ്ട, എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ അവൻ പറഞ്ഞു. മുത്തച്ഛനോടും മുത്തശ്ശിയോടും ആ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ കള്ളം പറഞ്ഞിട്ടുള്ളൂ. കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു ദിവസത്തേക്ക് നിൽക്കാൻ പോവുകയാണെന്ന് മാത്രം നുണ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അച്ഛനോടും അമ്മയോടും എനിക്കിതൊന്നും പറഞ്ഞു ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ പോയാലും അന്നാലും എന്താ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അങ്ങനെ കൂട്ടുകാരിയുടെ വീട്ടിലെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ ഒപ്പം പോയത് അവന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിലായിരുന്നു. അവിടെ അവനോടൊപ്പം സമയം ചിലവഴിച്ചു. എന്നാൽ അവന് വല്ലാത്ത ആക്രാന്തവും കൊതിയും ഒക്കെ ആയിരുന്നു. സത്യത്തിൽ കൊതിയും എടുത്തുചാട്ടവും ആവേശവും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു. അല്പസ്വല്പം വേദനയോടെ തന്നെ എന്റെ ആദ്യത്തെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു. എല്ലാ രീതിയിലും ഞാൻ അവന്റെ സ്വന്തമായി. അവൻ ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ മുഹൂർത്തമായിരുന്നു. അന്ന് രാത്രി ഏതാണ്ട് എന്നെ ഉറക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഉറങ്ങാതെ അവന്റെ എല്ലാ കാര്യങ്ങൾക്കും നിന്നു കൊടുക്കാന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയവും എല്ലാം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് രാവിലത്തേക്ക് വല്ലാതെ ഞങ്ങൾ ക്ഷീണിച്ചിരുന്നു. തിരിച്ച് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും യാതൊരു രീതിയിൽ സംശയം ജനിക്കാത്ത രീതിയിൽ തന്നെ
കൂട്ടുകാരിയുടെ വീടും അവിടെ നടന്ന സംഭവങ്ങളും ഒക്കെ ഒരു കള്ളക്കഥ ഉണ്ടാക്കി ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അവര് വിശ്വസിപ്പിച്ചു. കുറെ നാൾ കഴിഞ്ഞുപോയി. പിന്നീട് ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ ഏതാണ്ട് സ്ഥിരമായി. അതിനിടയിലാണ് അവൻ എനിക്ക് ഓരോരോ വീഡിയോസ് ഒക്കെ അയച്ചു തരുന്നേ. അതൊക്കെ കണ്ട് എനിക്ക് വല്ലാത്ത ഭ്രാന്തായിരുന്നു. പിന്നീട് ഈ കാര്യങ്ങളോട് ഒരുപാട് അട്രാക്ഷനും അഫെക്ഷനും ഒക്കെ തോന്നിപ്പോയി. പിന്നെ എനിക്ക് ഫോണിൽ ഇത് കാണാതെ ഉറങ്ങാൻ പറ്റില്ല എന്നായി. കുറെ കാലം അവനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പിടിച്ചു നിന്നു. എന്നാൽ അതിനിടയിലായിരുന്നു അവന് വിദേശത്തേക്ക് ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതും അവൻ അങ്ങോട്ട് പോകുന്നതും. പതിയെ ഞങ്ങൾ തമ്മിലുള്ള വിളിയും പറച്ചിലും ഒക്കെ ഇല്ലാതെയായി. ചുരുക്കി പറഞ്ഞാൽ അവൻ എന്നെ വേണ്ട എന്നും ഒരു ബ്രേക്കപ്പിലേക്കും എത്തിപ്പെട്ടു. കുറച്ചൊന്നുമല്ല ആ ബ്രേക്കപ്പ് എന്നെ വലച്ചത്. മുത്തശ്ശനോട് ഞാൻ തുറന്നെല്ലാം പറഞ്ഞു. എല്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ ഒഴിച്ച് എനിക്കൊരു പ്രണയമുണ്ടായിരുന്നെന്നും ഇപ്പോൾ അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ഞാൻ പൊട്ടിക്കരഞ്ഞു. മുത്തശ്ശിയോട് ഇതൊന്നും പറയണ്ട എന്ന് മുത്തശ്ശനാണ് എന്നെ ഉപദേശിച്ചത്. വേറൊന്നുമല്ല, ഭയങ്കര ടെൻഷനാണ് ആൾക്ക്. വല്ല ബിപിയും കയറി ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുത്തശ്ശൻ എന്നെ നല്ലപോലെ ആശ്വസിപ്പിച്ചു. മോളെ, ഈ പ്രായത്തിൽ ഇതൊക്കെ സാധാരണയാണ്. അവൻ എന്നെ വേണ്ട എന്ന് പറഞ്ഞത് ഒരു വിഡ്ഢിയായതുകൊണ്ടായിരിക്കും. എന്റെ മോളെ പോലെ സ്വഭാവ ഗുണവും സൗന്ദര്യമുള്ള ഈ കൊച്ചുമാലാഖിയെ വേണ്ടെന്ന് പറയാൻ അവൻ എങ്ങനെ സാധിച്ചു? മോന് അതിൽ നല്ല ഒരു സൂപ്പർ പയ്യനെ തന്നെ എല്ലാ അർത്ഥത്തിലും മാച്ചാവുന്ന രീതിയിൽ മോൾക്ക് കിട്ടും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. എങ്കിലും മുത്തശ്ശൻ അറിയില്ലല്ലോ അതിനേക്കാൾ അപ്പുറത്തുള്ള വിഷമമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നതെന്ന്. എങ്ങനെ മുത്തശ്ശനോട് ഇത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പേടികൊണ്ട് പറഞ്ഞാലവരെ തെറ്റിദ്ധരിക്കുമോ, അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞാലോ എന്ന് പേടിച്ചു. എനിക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത്തരം വീഡിയോകളോട് വല്ലാത്തൊരു അഡിക്ഷനായി പോയിരുന്നു. 24 മണിക്കൂറും മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത്രയും സമയവും ഇത് കാണുവാൻ അവസരം കിട്ടിയാൽ ഞാൻ പാഴാക്കാറില്ല എന്നുള്ളതായി. നെറ്റ് റീചാർജ് ചെയ്യുന്നതൊന്നും എനിക്കിപ്പോൾ തികയാത്ത അവസ്ഥ. ഒടുവിൽ എന്റെ ചെറിയ മാറ്റങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും ശ്രദ്ധിക്കാതിരുന്നില്ല. ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല, വസ്ത്രധാരണം നോക്കുന്നില്ല. എന്റെ അനുക്കുട്ടിക്ക് എന്താ പറ്റിയത് എന്നിടക്കിടയ്ക്ക് മുത്തശ്ശി വന്ന് തലയിൽ തലോട് ചോദിക്കുമ്പോൾ ഞാൻ കരഞ്ഞു പോകും. എന്റെ ആ മാറ്റങ്ങളൊക്കെ പഴയ രീതിയിലാക്കാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. മാങ്ങ പറിക്കാനും പറമ്പിൽ കൊണ്ടു നടക്കാനും കുളത്തിൽ കൊണ്ടുപോയി എന്നെ നീന്തൽ പഠിപ്പിക്കാനൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ നിന്നു. അവരുടെ ഒപ്പമുള്ള ആ നല്ല നിമിഷങ്ങൾ പൂർണ്ണമായും എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ അവനെപ്പറ്റി ഞാൻ അങ്ങനെ ഓർക്കാറൊന്നുമില്ല. പക്ഷേ അവൻ എന്നിലേക്ക് അടിച്ചേൽപ്പിച്ച ആ ദുശീലമുണ്ടല്ലോ, അതിപ്പോഴും എന്നെ വലയ്ക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില സമയങ്ങളിൽ എന്റെ മനസ്സ് വഴുതി പോകുമ്പോൾ ഞാൻ ഫോണിലിരുന്ന് രഹസ്യമായി ഈ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പുതിയ ഫാന്റസികളും മറ്റും തേടി കണ്ടുപിടിച്ചിരുന്ന് ഒറ്റയ്ക്കുള്ള നിമിഷങ്ങൾ ഞാൻ ഈ വീഡിയോസുമായി ആസ്വദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എന്നോട് ചോദിക്കും, എന്താണ് ഈ ഫോണിൽ ഒറ്റയ്ക്കിരുന്ന് ഇതിന് മാത്രം കാണുന്നത്? എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പും. അങ്ങനെ ഈ കോഴ്സിന്റെയൊക്കെ ഇടയ്ക്ക് എനിക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ രക്ഷപ്പെട്ടു പോയി. എന്നാൽ അവസാനം ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് ഒരു 4 മാസക്കാലം എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. അതിനിടയിലാണ് എന്റെ ബാക്കി കള്ളത്തരങ്ങളൊക്കെ മുത്തശ്ശൻ പിടിച്ചത്. ഈ സമയം വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് സദാസമയം ഫോൺ നോക്കലും ഈ വീഡിയോസും കാണലും തന്നെ സ്ഥിരമായി. ഇടയ്ക്കിടയ്ക്ക് ഫോൺ കിട്ടാതെ വരുമ്പോൾ, നെറ്റ് തീരുമ്പോൾ, എന്തിന് ചാർജ് വരെ തീരുമ്പോൾ ഞാൻ വല്ലാതെ എനിക്ക് ഭയങ്കര ട്രിഗർ ഉണ്ടാവാൻ തുടങ്ങി. മുത്തശ്ശൻ പതിയെ എന്റെ ഈ മാറ്റങ്ങൾ അവൻ കാരണമാണ് എന്ന് മനസ്സിലാക്കിയെടുത്തു. എന്നോടൊരു ദിവസം ചോദിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ ചെയ്ത അബദ്ധം എന്താണെന്നോ? മുറിയിലിരുന്ന് ഇതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പുറത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഞങ്ങളുടെ ബാൽക്കണിയിൽ തന്നെ. അവിടെ ഇരുന്ന് ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കൽ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. എന്റെ സ്വകാര്യമായ സമയവും സ്പേസുമാണ് അതെന്ന് വിചാരിച്ച് മുത്തശ്ശൻ അവിടെ നിന്ന് ആ സമയം എന്നോട് സംസാരിക്കാതെ തിരിച്ചിറങ്ങിപ്പോയി. എന്നാൽ പിറ്റേ ദിവസവും അങ്ങനെ 3-4 ദിവസം ആവർത്തിച്ച് മുത്തശ്ശൻ ഏതാണ്ട് ഒരേ സമയം വരുമ്പോഴേക്കും ഞാൻ ഈ ഫോണിൽ ഈ വീഡിയോസിന് മുന്നിലായി കുത്തിയിരിക്കുകയായിരുന്നു. മുത്തശ്ശന് കുറെ ദിവസം തുടർച്ചയായി ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെ ആയപ്പോൾ പന്തികേട് മണുത്തു. എന്നോടൊരു ദിവസം മുറിയിലേക്ക് വന്ന് ആൾ കഥകൾ തട്ടി, മോളെ കഴിഞ്ഞില്ലേ ഇത് എന്ന് ചോദിച്ചു. വല്ലാത്തൊരു ഞെട്ടലാണ് എനിക്കുണ്ടായത്. ഈശ്വര, മുത്തശ്ശൻ ഇതൊക്കെ കാണുന്നു അറിയുന്നു ഉണ്ടായിരുന്നോ? ഞാൻ ഞെട്ടിപ്പോയി. ആ ഫോണ് മാറ്റിവെക്കൂ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. ഞാൻ ആലില പോലെ വിറച്ചു. മുത്തശ്ശിയുടെ മുമ്പിൽ ഇതുപോലെ ഒരു നാണം കെട്ട രീതിയിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ പ്രശ്നമൊന്നുമില്ല, എല്ലാം റെഡിയാവും എന്നുള്ള മട്ടിൽ തന്നെ നിന്നു. എന്നാൽ മുത്തശ്ശൻ ഈ 2-3 ദിവസമായി തുടർച്ചയായി ഇവിടെ വരുന്നുണ്ടായിരുന്നെന്നും ഞാൻ നിന്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്റെ മനസ്സ് കൈവിട്ടു പോയി. ഞാൻ മുത്തശ്ശനോട് നിലവിളിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൻ എന്നെ
കുറെ സമയം മറ്റുള്ള രീതിയിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ആസ്വദിച്ച് എന്റെ എല്ലാ സപ്പോർട്ടോടും കൂടിയാണ് അതൊക്കെ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുത്തശ്ശന്റെ മുഖത്ത് മാറി മാറി എക്സ്പ്രഷൻസ് വരുന്നുണ്ടായിരുന്നു. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എന്നെ ആശ്വസിപ്പിച്ചു. സാരമില്ല മോളെ, ഒരാളുടെ കൂടെയല്ലേ, ഇഷ്ടപ്പെട്ടത് കൊണ്ട് നീ സമ്മതിച്ചതല്ലേ, അതൊരിക്കലും തെറ്റാണെന്ന് വിചാരിച്ച് നീ സ്വന്തമായിട്ടുള്ള ആത്മാഭിമാനം കളയരുത്, സെൽഫ് റെസ്പെക്ട് കളയരുത്. അത് ഇഷ്ടത്തിന്റെ പുറത്ത് സംഭവിച്ചതാണ്. അവൻ പോയി, ആ ഓർമ്മകൾ നീ അങ്ങ് മറന്നേക്കൂ. അതല്ല മുത്തശ്ശ, അവൻ എനിക്ക് തന്ന ശീലമാണിത്, ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണുക എന്നുള്ളത്. എന്നെ ഇപ്പൊ വല്ലാതെ ഈ അഡിക്ഷൻ കാർന്നു തിന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് സമയം ചെലവാക്കുന്നു, പഠിക്കുന്നില്ല, ജോലിക്ക് ശ്രമിക്കുന്നില്ല. എന്റെ ജീവിതം ഇത് നശിപ്പിച്ചു കളയും. എന്റെ കരച്ചിൽ കണ്ടപ്പോൾ മുത്തശ്ശന് വളരെ വിഷമമായി. എന്റെ ഏതാണ്ടൊക്കെ ഇത്രയും നാളായി ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ആൾക്ക് നല്ല ബോധ്യം വന്നു. സാരമില്ല മോളെ, എന്റെ ഷോൾഡറിൽ തട്ടി മുത്തശ്ശൻ ആശ്വസിപ്പിച്ചു. പെൺകുട്ടികളെക്കാൾ ഒരുപടി ആൺകുട്ടികളാണ് ഇക്കാര്യത്തിലൊക്കെ അടിമപ്പെടാറുള്ളത്. പക്ഷെ എന്റെ മോൾ ഒറ്റ മോളായി പോയതുകൊണ്ട്, വീട്ടിൽ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നീ ഇതിന് അടിമപ്പെട്ടു എന്ന് പറയുന്നതാവും ശരി. ഒരു നിമിഷം പോലും നിന്നെ ഇനി ഒറ്റയ്ക്ക് ഞാനും മുത്തശ്ശിയും വിടുന്നില്ല. ഇന്നു മുതൽ എന്റെയും മുത്തശ്ശിയുടെയും ഒപ്പം നീ കടന്നാ മതി, കേട്ടോ. അങ്ങനെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒപ്പം മുറിയിലേക്ക് ഞാൻ കിടത്തം മാറ്റി. എന്റെ അച്ഛനും അമ്മയ്ക്കുമെന്നും അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒപ്പം അവരുടെ മുറിയിൽ താഴെയായി ഞാൻ എനിക്കുള്ളൊരു മെത്ത വിരിച്ച് കിടന്നു. എന്നാൽ രാത്രി പതിവ് പോലെ കയ്യിൽ നിന്റെ കൺട്രോൾ നിൽക്കാതെ വന്നപ്പോൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിലാണെന്നോ അവരടുത്തുണ്ടെന്നോ പോലും ഓർക്കാതെ ഞാൻ ഫോൺ എടുത്ത് മെല്ലെ ഇതൊക്കെ കണ്ടു തുടങ്ങി. പയ്യെ പയ്യെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ മുത്തശ്ശൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുത്തശ്ശൻ സീരിയസ് ആയി തന്നെ എന്നോട് സംസാരിച്ചു. മോളെ, നീ ഫോൺ എടുത്ത് ഇന്നലെ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. വേണ്ടാട്ടോ, ഈ ശീലം നിർത്തിക്കോളും. നിന്റെ നല്ലതിന് വേണ്ടിയാ മുത്തശ്ശൻ പറയുന്നേ. എന്നെ കൊണ്ട് കഴിയുന്നില്ല മുത്തശ്ശ, ഞാൻ എന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത്ര സമയം ഞാൻ ഫോൺ എടുക്കാതെ കിടന്നത് മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ആ ഏതോ 1-2 മണിക്കൂറിൽ എന്റെ കൺട്രോൾ വിട്ടുപോയി. എനിക്കൊരു മാറ്റം വേണം. മുത്തശ്ശനോട് ഞാൻ അപേക്ഷിക്കുന്ന പോലെ പറഞ്ഞു. എന്റെ ഷോൾഡറിൽ കൈവച്ചുകൊണ്ട് മുത്തശ്ശൻ എന്റെ അടുത്തിരുന്നു. എന്റെ മുടിയിലൂടെ തലോടി വാത്സല്യത്തോടെ എന്നോട് സംസാരിച്ചു. മോൾക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടോ? മോള് വേറെ ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും അടുത്തേക്ക് ഈ സുഖം അന്വേഷിച്ചു പോയാലോ എന്ന് മുത്തശ്ശന് പേടിയുണ്ട്. അങ്ങനെ ചെയ്യുമോ മോള്? ഒരുപക്ഷെ എന്റെ അവസ്ഥ അതാണ് മുത്തശ്ശ. ചിലപ്പോൾ അവനെ പോലെ ആരെങ്കിലും ഞാൻ ചിലപ്പോൾ തിരഞ്ഞെടുത്തു പോകും. കാരണം എനിക്കിപ്പോൾ ഈ സുഖം എന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ ഒരേപോലെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ ഒരാളുടെ സാന്നിധ്യവും ഒരാളുടെ തലോടലും എനിക്ക് ആശ്വാസം തരുമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പലരുടെയും അടുത്ത് ചിലപ്പോൾ ഇത് അന്വേഷിച്ചു പോയേക്കാം. മുത്തശ്ശൻ വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു. ഒരിക്കലും പാടില്ല മോളെ, നമ്മുടെ സ്വന്തം അഭിമാനത്തിനെ വെല്ലുവിളിക്കുന്ന പോലെയാണത്. വെറുതെ സുഖത്തിന് വേണ്ടി മാത്രം നീ ആരുടെ അടുത്തേക്കും പോവരുത്. ഇഷ്ടമുണ്ടായിട്ട് ഇഷ്ടത്തോടെ ചെയ്യുന്നതിനെ ഒരു പൂർണ്ണതയും സംതൃപ്തിയും തരാൻ കഴിയുകയുള്ളൂ. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മുത്തശ്ശ. പുതിയ ഒരാളെ പ്രണയിക്കാൻ എനിക്ക് പേടിയാണ്. അയാളും എന്നെ ഇതുപോലെ ചതിച്ചാൽ എന്റെ മനസ്സ് മുറിയില്ലേ? അതിലും നല്ലത് ഇതുപോലെയുള്ള ഒരു ബന്ധമല്ലേ, കാര്യം കാണാൻ വേണ്ടി മാത്രമുള്ള ബന്ധം. മുത്തശ്ശൻ എന്റെ തോളത്ത് കൈവച്ച് വീണ്ടും തുടർന്നു. മോളെ, അങ്ങനെയുള്ള ഈ ബന്ധം മാത്രമേ നീ ഉദ്ദേശിക്കുന്നുള്ളെങ്കിൽ അത് പുതിയ നിനക്ക് പരിചയമില്ലാത്തൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളോ തന്നെ ആയ ഒരു സുഹൃത്തോ ആണെന്ന് നീ കൂട്ടുക. അവർ നിന്നെ ഈ ഉദ്ദേശത്തിൽ നിന്നെ ചതിക്കാൻ ശ്രമിച്ചാലോ? നിന്റെ ഫോട്ടോയും മറ്റ് സ്വകാര്യ കാര്യങ്ങളുമൊക്കെ അവർ പകർത്തിയെടുത്ത് നിന്നെ ഭീഷണിപ്പെടുത്തിയാലോ? അതെന്താ നീ ആലോചിക്കാത്തത്? പഠിപ്പും വിദ്യാഭ്യാസവും ഉള്ള കുട്ടികളല്ലേ, ഇതിനെപ്പറ്റിയൊക്കെ നീ ചിന്തിക്കണ്ടേ? ഒരു നിമിഷം മുത്തശ്ശൻ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു ചതി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചത്. അതെ, ഞാൻ വീണ്ടും വിഷമിച്ചു. എന്റെ വിഷമം കണ്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു. മനുഷ്യന്മാർക്ക് ഇത്തരം വികാരങ്ങളും ചിന്തകളും ഉണ്ടാകുന്നത് സാധാരണയാണ് മോളെ. മോള് ബുദ്ധിമുട്ടുണ്ട. എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ കണ്ടെത്താൻ ഈ മുത്തശ്ശൻ ഇവിടെ ഇല്ലേ? മോൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ഈ ആഗ്രഹത്തിനും മുത്തശ്ശൻ എല്ലാ അർത്ഥത്തിലും കൂടെ നിൽക്കാം. ഒരു അമ്പരപ്പോടെയാണ് ഞാൻ മുത്തശ്ശന്റെ മുഖം നോക്കിയത്. മുത്തശ്ശൻ അപ്പോൾ പറയുന്നത് തികച്ചും വ്യക്തമായി തന്നെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കി. അതായത്, മോൾക്ക് മനസ്സിലായോ? ഈ ആഗ്രഹവും മോളുടെ എല്ലാ ശാരീരികമായിട്ടുള്ള ആഗ്രഹവും സാധിച്ചു തരാൻ മുത്തശ്ശൻ റെഡിയാണ്. മോൾക്ക് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു ക്ലേശവും ഇല്ലാതെ മുത്തശ്ശൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. എന്റെ മോള് യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി. മുത്തശ്ശൻ വേറൊരു രീതിയിലും നിന്നെപ്പറ്റി ജഡ്ജ് ചെയ്യുകയോ മറ്റൊരു രീതിയിൽ നിന്നെ കാണുകയോ ചെയ്യില്ല. മോൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മുത്തശ്ശൻ ഇരു ചെവി അറിയാതെ മോളുടെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിത്തരും. എന്താ, സമ്മതമാണോ? ഇനിയിപ്പോൾ ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി.
മുത്തശ്ശന്റെ ആ ചിന്തയിൽ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ തോന്നി. ഒന്ന്, എന്റെ ഈ നിസ്സഹായ അവസ്ഥയും മറ്റു കുരുക്കുകളിൽ ഞാൻ പോയി ചാടണ്ട എന്ന് വിചാരിച്ച് മുത്തശ്ശൻ പറഞ്ഞതായിരിക്കും. പാവം. എനിക്ക് ആ 65 വയസ്സുള്ള വൃദ്ധനോട് പാവം തോന്നി. അയാൾ എന്തുമാത്രം എനിക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. എന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അതും ഈ പ്രായത്തിൽ. നല്ലതുപോലെ നടക്കാൻ തന്നെ വയ്യ മുത്തശ്ശന്. ദേഹമാകെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്. 1-2 പല്ലുകൾ മാത്രമേ ഉള്ളിൽ അണപ്പല്ലായി ബാക്കിയുള്ളൂ. വായിൽ മുൻവശത്ത് പല്ലുണ്ടെങ്കിലും നല്ലതുപോലെ ഭക്ഷണങ്ങൾ ചവച്ചിറക്കാനൊന്നും ആൾക്കിപ്പോൾ വയ്യ. മുടിയൊക്കെ ഇനി നരയ്ക്കാനൊന്നുപോലും ബാക്കിയില്ല. സദാസമയം ഒരു കണ്ണടയും കുത്തി നടക്കാൻ ഒരു ഊന്നുവടിയും കയ്യിലുണ്ടാവും. ഈ മുത്തശ്ശനെയാണ് ഇക്കാര്യങ്ങളിലേക്ക് ഞാൻ വലിച്ചിടുന്നത്. എനിക്ക് സങ്കടം തോന്നി. എന്നെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് മുത്തശ്ശൻ. എന്നാൽ അടുത്ത നിമിഷം മറ്റൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. മുത്തശ്ശനെ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവുമോ? മുത്തശ്ശൻ എന്നെ പേരക്കുട്ടിയല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ കണ്ട് എന്റെ സൗന്ദര്യമൊക്കെ നുകരണമെന്നും എന്നെ എല്ലാ രീതിയിലും കാണണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുമോ? ആദ്യത്തെ ചിന്തയെ ഓർത്തപ്പോൾ മനസ്സിൽ സങ്കടമാണ് വന്നതെങ്കിലും രണ്ടാമത്തെ ഓർത്തപ്പോൾ എന്റെ മനസ്സിൽ എവിടെയോ സ്പാർക്ക് വന്നതുപോലെ. എന്തോ ലവറോടോ മറ്റാരോടോ തോന്നുന്നൊരു അട്രാക്ഷൻ തോന്നാത്ത വിധം മുത്തശ്ശനെ പറ്റി ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഫാന്റസി ഡെവലപ്പ് ചെയ്യുന്നതും ഒരിഷ്ടം വരുന്നതും ഞാൻ അറിഞ്ഞു. മുത്തശ്ശനോട് യെസ് പറയാൻ എനിക്ക് അധിക സമയം ആലോചിക്കേണ്ടി വന്നില്ല. അപ്പൊ തന്നെ ഞാൻ ഫോണെടുത്ത് മെസ്സേജ് അയച്ചു. മുത്തശ്ശൻ പറഞ്ഞതിനോട് എനിക്ക് ഓക്കെയാണ്. മുത്തശ്ശനെ കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്തിനാ പുറത്തുള്ള എന്നെ ചതിയിൽപ്പെടുത്താൻ സാധ്യതയുള്ളവരുമായി ചങ്ങാത്തം കൂടുന്നേ? മുത്തശ്ശന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആയിക്കോട്ടെ. എന്റെ ആ മറുപടി കണ്ട് ആൾ അന്തിച്ചു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പിന്നീട് മുത്തശ്ശനെ ഫേസ് ചെയ്യാൻ എനിക്ക് മടിയായി. താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു നാണത്തോടെയുള്ള ഒരു ചിരിയാണ് ആദ്യം എന്റെ മുഖത്ത് വന്നത്. എന്റെ ആ മാറ്റം മനസ്സിലായിട്ടാവും. അതുപോലെ തന്നെ തിരിച്ചും എന്നോട് മുത്തശ്ശന്റെ പെരുമാറ്റവും അങ്ങനെ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശന്റെ ആ കാൽവിരലുകൾ കൊണ്ട് എന്റെ കാലുകളിൽ ഇങ്ങനെ ഇക്ലിടുമ്പോൾ ഞാൻ മുത്തശ്ശനെ നോക്കി നാണത്തോടെ ചിരിച്ചു. രണ്ടുപേരും ഏതാണ്ട് കറക്റ്റ് ഫോമിലായിട്ടുണ്ടെന്ന് എനിക്കപ്പം ബോധ്യപ്പെട്ടു. ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഇന്റിമസി. അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. മുത്തശ്ശന് എന്നോട് എല്ലാ അർത്ഥത്തിലും സ്നേഹമുണ്ട്. എന്റെ മോശമാകാൻ വേണ്ടി ഒന്നും മുത്തശ്ശൻ ചെയ്യില്ല. ആ ഇഷ്ടത്തോടെ മുത്തശ്ശൻ എനിക്ക് ഈ സുഖം കൂടെ സമ്മാനിക്കുമ്പോൾ ഞാൻ സ്വർഗം കാണുമെന്ന് 100% ഉറപ്പാ. അത് മാത്രമല്ല, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഇവർക്ക് എത്രമാത്രം ഉണ്ടാകും. അതൊക്കെ ഓർത്തപ്പോൾ എന്റെ മനസ്സ് വല്ലാതെ പൂവിട്ട് തുടങ്ങി. പൂവിട്ട് തളിർത്ത് ഞാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ്. മുത്തശ്ശി ഉറങ്ങിക്കഴിയുമ്പോൾ രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും മുത്തശ്ശൻ മുറിയിലേക്ക് വരാമെന്ന് എന്നോട് പറഞ്ഞു. മുത്തശ്ശന്റെ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സുഖം തോന്നി. ഞാൻ മുത്തശ്ശനെ കാത്തിരിക്കുകയാണ്. 10 മണിയാകാറായപ്പോ തന്നെ എന്റെ ഡോറിലൊരു മുട്ട് കേട്ടു. ഞാൻ നാണത്തോടെ പോയി ഡോർ തുറന്നു. മുത്തശ്ശൻ എന്റെ ഒപ്പം മുറിയുടെ അകത്തേക്ക് കയറി. ഇത്രയും നാൾ ഏതാണ്ട് ഒരു 4 മണിക്കൂറിന് മുന്നേ വരെ എന്റെ മുറിയിൽ വന്നിരുന്ന് മുത്തശ്ശൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത എന്തൊക്കെയോ വികാരങ്ങളാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. മുത്തശ്ശനും ഏതാണ്ട് അതുപോലെ തന്നെ. ചെറിയൊരു പരിഭ്രമം ഞങ്ങൾ രണ്ടാൾക്കുമുണ്ട്. എങ്ങനെ തുടങ്ങണമെന്നോ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല. ഒടുവിൽ മുത്തശ്ശൻ തന്നെ ആളുടെ ആ എക്സ്പീരിയൻസ് എനിക്ക് പ്രൂവ് ചെയ്തു തന്നു. ശരിക്കും പറഞ്ഞാൽ അഭിജിത്തിന്റെ ഒപ്പം ഞാൻ ചിലവഴിച്ച നിമിഷങ്ങളൊന്നും ഒട്ടും സുഖകരമല്ലായിരുന്നുവെന്ന് മുത്തശ്ശന്റെ ഈ പെർഫോമൻസിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. 1 ഇഞ്ച് പോലും ഇടാതെ ആളെന്നെ സ്വർഗം കാണിച്ചു തന്നു. മുത്തശ്ശന്റെ ആ അടിപൊളി പെർഫോമൻസ് പിന്നീട് ഒരു ദിവസത്തേക്കല്ല കേട്ടോ, സ്ഥിരമായി. ഫോണ് പിന്നീട് എനിക്ക് കൈകൊണ്ട് തൊടാൻ പോലും തോന്നിയിട്ടില്ല. ആ അഡിക്ഷനിൽ നിന്ന് പൂർണ്ണമായി ഞാൻ മോചിക്കപ്പെട്ടു. മുത്തശ്ശന്റെ എല്ലാ സ്നേഹവും വാത്സല്യവും മുത്തശ്ശൻ എനിക്ക് ഇങ്ങനെ പകർന്നു തന്നപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ നല്ല സ്മാർട്ടായിട്ടുള്ള ഉഷാറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് മാറി. ഇപ്പോൾ എനിക്ക് എന്റെ പഠിപ്പിലും ജോലിയിലും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കുറച്ച് നിമിഷങ്ങൾ മുത്തശ്ശനോടൊപ്പം സ്പെൻഡ് ചെയ്താൽ വല്ലാത്തൊരു ചാർജാണ് കിട്ടുന്നത്. മുത്തശ്ശനാവട്ടെ ചെറുപ്പമായി ഏതാണ്ട് 10 വയസ്സ് കുറഞ്ഞ പോലെയാണ് ഇപ്പോൾ. എന്റെ കൂടെ കൂടി ആൾ നല്ല യങ് ആയിട്ടുണ്ട്. ഞാനും മുത്തശ്ശനും ഇപ്പോൾ ഒരിക്കലും പിരിയാൻ വയ്യാത്ത വിധം നല്ല കൂട്ടാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ അനുക്കുട്ടിയുടെയും അവളുടെ മുത്തശ്ശന്റെയും ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സ്റ്റോറിക്ക് ഒരു 1000 ലൈക്ക് കിട്ടിയാൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഞാൻ എന്തായാലും ഇടാം കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ മുത്തശ്ശനെ തനിച്ചാക്കണ്ട, മുത്തശ്ശന്റെ ഒപ്പം 2-3 ഫ്രണ്ട്സും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? ഒരു ഗ്രൂപ്പ് ആരും കൊതിക്കുന്നതല്ലേ, അതും ഈ സുന്ദരിയായ അനുമോളുടെ കൂടെ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറക്കല്ലേ.
നമ്മുടെ ഈ സ്റ്റോറിയുടെ ഫുൾ ഓപ്പൺ വേർഷൻ നിങ്ങൾക്ക് കേൾക്കാൻ കൊതിയായോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോര്. അവിടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും തീർക്കുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ദിവസം മറ്റു സൂപ്പർ സ്റ്റോറിയുമായി വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ ഡിയേഴ്സ്.